ഹലോ, നമസ്കാരം. രാധാകൃഷ്ണനാണ്. ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. നേഴ്സുമാരെ സമരത്തിനെ കുറിച്ചാണ് പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ സമരം നല്ലതല്ല. സമരം ചെയ്ത് ഒന്നും വിജയിച്ചിട്ടുമില്ല. സമരം ചെയ്ത് വിജയിച്ചെന്ന് വെച്ചാൽ അച്യുതാനന്ദൻ ഗവൺമെൻറ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 1,000 രൂപ ബസ് ചാർജ് കൂട്ടി 50 പൈസ സമരം ചെയ്ത് കുറച്ചു. എൻ്റെ അറിവിൽ അത് മാത്രമേ ഉള്ളൂ സമരം ചെയ്ത് കുറച്ചത്. അപ്പോൾ സമരം ഒരു നല്ലതല്ല. എന്നാൽ നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമരമാണ് ചെയ്യണത്. എന്തിനും സമരമാണ്. സമരം ചെയ്ത് ഒരുപാട് സ്ഥാപനങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ സമരം ചെയ്യുന്നത്, ഈ നേഴ്സുമാർ സമരം ചെയ്യണത്, നിങ്ങൾക്ക് ന്യായമായി 40,000 രൂപ മിനിമം ബാലൻസ് വേണമെന്നാണ്. അപ്പോൾ ഈ സമരം കൊണ്ട് ആർക്കാണ് നേട്ടം വെച്ചാൽ വലിയ വലിയ കുത്തക മുതലാളിമാർ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മളെ കേരളത്തിലെ ഹോസ്പിറ്റലിൽ മുടക്കിയിട്ടുണ്ട്. ഈ സമരം ചെയ്ത് ചെറിയ ആശുപത്രികൾ നശിക്കേണ്ടത് അവരാവശ്യമാണ്. എങ്കിലേ അവർക്ക് വളരാൻ ഒക്കുള്ളൂ. ഞാൻ ഒരു ആശുപത്രിയിൽ പോയപ്പോൾ 300 രൂപയായിരുന്നു ഡോക്ടറെ കാണാനുള്ള ഫീസ്. ഇപ്പോഴത് 800 രൂപയായിട്ട് മാറി. അതാണ് വലിയ ആശുപത്രികളുടെ ഒരു സ്ഥിതി. അപ്പോൾ കൊച്ചു ആശുപത്രികൾ നിലനിൽക്കേണ്ട ആവശ്യം സാധാരണക്കാരാണ്. അതായത് എൻ്റെ ഭാര്യയുടെ അമ്മയ്ക്ക് ഒരു കണ്ണ് ഓപ്പറേഷൻ വേണം. അത് വലിയൊരു കണ്ണാശുപത്രിയിൽ പോയി. ഞാൻ അതിന് പേരുകൾ പറയാത്തതാണ്. പോയപ്പോൾ ഏകദേശം 80,000 രൂപയോളം വേണമെന്ന് അവർ പറഞ്ഞു. എന്നാൽ ശ്രീകൃഷ്ണ ഹോസ്പിറ്റൽ ശാസ്തമംഗലത്ത് പോയപ്പോൾ വെറും 16,000 രൂപ ലെൻസ് വരെ ഇട്ട് കൊടുത്തു. അപ്പോൾ ചെറിയ ആശുപത്രികളൊക്കെ എന്നെപ്പോലെ സാധാരണക്കാർക്ക് ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അത് നിലനിൽക്കേണ്ട ആവശ്യം സാധാരണക്കാർക്കാണ്. നിങ്ങൾ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ ഒരു സേവനവും കൂടിയാണ്. അതൊരു ശമ്പളം മാത്രമല്ല, അതൊരു സേവനം, രാജ്യത്തിൻ്റെ സേവനമാണ്. അത് വളരെ വിലപ്പെട്ടതും വളരെ അംഗീകരിക്കപ്പെട്ടതുമാണ് നേഴ്സുമാരുടെ ജോലികൾ. അത് ഞാൻ ബഹുമാനിക്കുകയും ചെയ്യാം. പക്ഷേ നിങ്ങൾ സമരം ചെയ്തിട്ട് ഒരു അച്ഛൻ്റെ പ്രായമുള്ള ഒരാളുടെ കുറുക്കിലിട്ട് അടിച്ചു, കണ്ണൂർ അടിക്കുന്ന കണ്ടു ബീഡിയേക്ക്. അപ്പോൾ അതൊന്നും ശരിയായിട്ട് നടപടിയല്ല. നിങ്ങൾക്ക് സമരം ചെയ്യാം. അദ്ദേഹത്തിന് നടക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. ഈ സമരം ചെയ്യുമ്പോൾ ആൾക്കാരെ വഴി തടയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണ്? അത് ആർക്കും ഒരു അധികാരമില്ല. എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. അവർക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യനുമുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പണ്ട് കേരളത്തിലൊരു സമരം നടന്നു. ഈ തട്ടാന്മാർക്കാണ് ഈ സ്വർണ്ണപ്പണി ഇത് അവകാശം. സ്വർണം വിൽക്കാനും വാങ്ങിക്കാനും അവർക്കേ ലൈസൻസ് ഉള്ളൂ, വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. അങ്ങനൊരു നിയമമുണ്ട് നമുക്ക് രാജ്യത്ത്, ഉണ്ടായിരുന്നു. ഈ തട്ടാന്മാരെ തന്നെ മുതലാളിമാരെ ഇളക്കി വിട്ട് സമരം ചെയ്യിപ്പിച്ചു. ഇത് കമ്പനി കട്ടിങ്ങിന് വിട്ടുകൊടുക്കണം, നിങ്ങൾക്ക് തൊഴിൽ കിട്ടും എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് മോഹിപ്പിച്ച് ഈ ഇതിലേക്ക് വേണ്ടി ഇറക്കിയപ്പോൾ അവർ ഇറങ്ങി സമരം ചെയ്ത് അവസാനം സർക്കാർ പറഞ്ഞ് എല്ലാ ലൈസൻസ് എല്ലാം പ്രൈവറ്റായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് വലിയ വലിയ ജ്വല്ലറി കിട്ടുകയും തട്ടാന്മാരെ ജോലി ഇല്ലാതാവും. ഇപ്പോൾ തട്ടാന്മാരെ കാണാൻ പോലും ഇല്ല. അല്ലെങ്കിൽ പണ്ടൊക്കെ ഞങ്ങളെ കൊച്ചുനാളിൽ ഓരോ തട്ടാന്മാർ ഓരോ സ്ഥലങ്ങളിൽ 2-3 കടകളിൽ വെച്ച് ഉരുപ്പടികൾ ഉരുക്കി ഒക്കെ പരിപാടി ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ അവരൊന്നും കാണാൻ, എല്ലാം കട്ടിങ്ങാണ്. അഥവാ അങ്ങനെ അവരൊക്കെ നശിച്ചിട്ടാണ് ഈ വലിയ വലിയ മുതലാളിമാർ, സ്വർണ്ണക്കടയിൽ ഇന്നത്തെ മുതലാളിമാരൊക്കെ വളരെ വലുതായത്. അതുപോലെ ചെറിയ ആശുപത്രികൾ നശിക്കേണ്ടത് ഈ വലിയ ആശുപത്രികൾ ആവശ്യമാണ്. ഈ സമരത്തിൻ്റെ പിന്നിൽ അവരില്ലെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ നാട്ടിൽ സോപ്പ് കമ്പനി ഉണ്ടായിരുന്നു, കാട്ടാക്കട പൂവച്ച എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ സോപ്പ് കമ്പനി ഇട്ടുന്ന മുതലാളി നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇന്നും ആയിരക്കണക്കിന് ആൾക്കാർക്ക് ആഹാരം കൊടുക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നും പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കാത്തത്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. ദൈവത്തിനോട് ആവശ്യപ്പെടുക, ആയുസ്സോടെ ഇരിക്കട്ടെ. നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അന്ന് ചെയ്തത്, അവിടെ ജോലി ചെയ്യുന്ന ഡ്രസ്സ്, ചെരുപ്പ്, ആ സ്ഥാപനത്തിലുള്ള കല്യാണം വന്ന ഉരുപ്പടികൾ, ഇങ്ങനെയൊക്കെ സഹായിക്കും. അത് ഇന്നും ചെയ്യുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഈ അന്ന് ഓല കെട്ടാണ്, പാവപ്പെട്ട വീടുകളിൽ ഓല കെട്ടി കൊടുപ്പ്, കല്യാണം കഴിക്കാൻ 1 പവൻ്റെ ഉരുപ്പടി കല്യാണം കഴിക്കുക. അന്ന് 1 പവൻ്റെ ഉരുപ്പടിക്ക് 2,000 രൂപയ്ക്ക് വിലയുള്ളൂ കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ്. അന്നത്തെ 2,000 രൂപ എന്താ വലിയ 2 ലക്ഷം രൂപ പവറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു നേതാവ് വന്ന് 2,000 രൂപ ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, വല്ല പാവപ്പെട്ടവർക്കാണെങ്കിൽ സഹായിക്കാം, അല്ലാതെ ഞാൻ പിരിവ് തരില്ല എന്ന് പറഞ്ഞു.
പിറ്റേ ദിവസം തന്നെ അവിടെ സമരം ചെയ്ത് ആ സ്ഥാപനം അവർ പൂട്ടിച്ചു. അത്രയും പേർക്ക് തൊഴിലില്ല. ആ സ്ഥാപനം ഇപ്പോൾ തമിഴ്നാട്ടിലെ ഏതൊരു കമ്പനി ഇട്ടേക്കെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇതുപോലെ സ്ഥാപനങ്ങൾ, ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ സമരം ചെയ്ത് പൂട്ടിച്ചു. കേരളത്തിൽ വീട് വയ്ക്കാൻ ഒക്കില്ല, വെച്ചാൽ അവിടെ യൂണിയൻ കാർമർ സമരം ചെയ്യേക്കാം, യൂണിയൻ കാർമർ വരക്കാം. ഇങ്ങനെ വളരെ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുകയാണ് യൂണിയൻകാരെ കൊണ്ട്. ഞാനും ഒരു യൂണിയൻ്റെ നേതാവായിട്ട് പ്രവർത്തിച്ചവനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്കറിയാമെന്നുള്ള കേസാണ്. അതുകൊണ്ട് നിങ്ങൾ സമരം ചെയ്ത് ഒന്ന് വിജയിക്കാമെന്നുള്ളത് നോക്കണ്ട, അത് നടക്കാത്ത ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ന്യായമായ ഒരു ശമ്പളം വേണം. അവരെ ബുദ്ധിമുട്ടും കൂടെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം, അവരെ തൊഴിലിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ മിനിമം വേണം 40,000 രൂപ വെച്ച് വേണം. ഇതൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം. അതിപ്പോൾ 3 മാസം കൊണ്ട് നിങ്ങൾ സമരം ചെയ്യാൻ നിങ്ങൾ എന്ത് നേടി? നിങ്ങളൊന്നും നേടില്ല. പിന്നെ നമുക്കിവിടെ മുതലാളിയും വേണം, തൊഴിലാളിയും വേണം. മുതലാളിയെ കൊല്ലാൻ നോക്കുമോ? കൊന്ന തൊഴിലാളിയെ കൊല്ലാൻ നോക്കുമോ? രണ്ടും വേണം, രണ്ടുപേരും വേണം. രണ്ടുപേരും ഉണ്ടെങ്കിലേ ഒരു രാജ്യത്തിൻ്റെ നാടിൻ്റെ പുരോഗതി ഉണ്ടാവുള്ളൂ. അപ്പോൾ മുതലാളിയും വേണം, തൊഴിലാളിയും വേണം കേട്ടാ. ഇങ്ങനെ ഈ സമരം ഈ രംഗങ്ങൾ കണ്ട സ്ഥിതിക്കാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളെ മോശമായിട്ടൊന്നും ഞാൻ കാണില്ല. ഏറ്റവും പുണ്യപ്രവൃത്തിയാണ് നേഴ്സുമാർ. അത് വളരെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇതാണ്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ അനിയത്തി നേഴ്സായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ കുറച്ചൊന്നും കാണില്ല. പക്ഷേ നിങ്ങളുടെ ഈ സമരം നല്ല വഴിക്കല്ല, അത് നാശത്തിൻ്റെ വഴിക്കാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാതെ നിങ്ങൾ അവർ ന്യായമായി പറഞ്ഞ് സ്ഥാപനങ്ങളെ പൂട്ടിക്കാതെ ഇതുപോലെ സ്ഥാപനങ്ങൾ ഇരിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ ലുലു മാൾ പോലത്തെ വലിയ വലിയ സ്ഥാപനങ്ങൾ വന്നിട്ട് എന്തുമാത്രം കൊച്ചു കടകൾ അടിപെട്ടെന്നറിയാമോ? ഒരുപാട് പേര് അതുകൊണ്ട് ബുദ്ധിമുട്ടായി ഈ വലിയ സ്ഥാപനങ്ങൾ വന്നപ്പോൾ. കാര്യം അതിന് ഒരു ഉദാഹരണം പറയാം. നമ്മളെ രാമേന്ദ്ര പോലുള്ള തുണിക്കട വന്നപ്പോൾ അത് ഒരുപാട് തുണിക്കടയിൽ പോയി. അവർക്കെന്ന് വെച്ചാൽ ലോഡ് കണക്കിന് ഇറക്കി വില കുറച്ച് കൊടുക്കാം. ഇവർ കുറച്ചൊക്കെ ഇറങ്ങണവർക്ക് അതുപോലെ കൊടുക്കാൻ ഒക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നേഴ്സുമാർ സമരങ്ങളൊക്കെ അവസാനിച്ച് സന്തോഷമായിട്ട് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കും ജനങ്ങളുടെ നന്മയ്ക്കും ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്കും നിങ്ങളുടെ സ്വയം ജീവിതത്തിനും നിങ്ങൾക്കും ജീവിക്കാൻ പൈസ വേണം, ഇല്ല ഞാൻ പറയുന്നില്ല. ഇന്നത്തെ സാഹചര്യ ചിലവ് കൊണ്ട് ആരും കോടികളൊന്നും ഉണ്ടാക്കാൻ നോക്കില്ല. നമുക്ക് ജീവിച്ച് പോവാം, അത്രയേ ഉള്ളൂ. ഇത്രയും ഒരു സമരം കണ്ടുകൊണ്ട് ഇത്രയും ഒന്ന് പറയണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള ഒരു ആശയം പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് രാജ്യത്തൊന്നും സംഭവിക്കാനൊന്നും പോകില്ല. എന്നാലും ജനാധിപത്യമല്ലേ, നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം പറയാൻ നമുക്കൊരു പൊതു അഭിപ്രായ വേദി ഉണ്ടല്ലോ, അതുകൊണ്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു.